വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ 2 ആഴ്ചത്തോളമായി വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് 3 പേപ്പർ ഗ്ലാസ് കൊണ്ടാണ്. പേന പെൻസിലൊക്കെ ഇട്ടിരിക്കുന്ന സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓഫീസിലൊക്കെ ഉപകാരപ്പെടും. നമ്മളിപ്പോൾ 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെട്ടണം. ഞങ്ങളിങ്ങനെ കട്ടാക്കി പോകുന്ന വെച്ചാൽ വീഡിയോ ലെങ്ത് കൂടും. നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം. വീഡിയോ ഫുള്ള് വാച്ച് കാണണം, സ്കിപ്പ് അടിക്കാതെ കാണണം ഗൈസ്. ഇങ്ങനെ വെട്ടണം. ഇപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തോക്കണം. അറിയില്ലെങ്കിൽ കമന്റിൽ ഇടണം. ഉപ്പമാർ ചീത്ത കേൾക്കുന്നതായിരിക്കും. ചോദിക്കാണ്ട് എടുത്താൽ ചോദിച്ചെടുക്കണം. അപ്പോൾ ഗൈസ് ഞങ്ങൾ വെട്ടിക്കാണ്ട് കാണിച്ചു തരാം ഗൈസ്. ഗൈസ് ഈ ചെങ്ങായിനോട് വേഗം വാങ്ങിയിട്ടുണ്ട്. ഇവനെ എത്ര വെട്ടാനെന്ന് അറിയില്ല. നിങ്ങൾ സൂക്ഷിക്കണം. അഥവാ നിങ്ങളുടെ കൈ മുറിഞ്ഞു പോയാൽ ഞങ്ങളല്ല ഉത്തരവാദി. നിങ്ങൾ രക്ഷിതാക്കളോട് പറയണം വെട്ടിത്തരാൻ. അല്ല താത്തമാരൊക്കെ ഉണ്ടെങ്കിൽ ഓലോ പറയാ ഹെൽപ്പ് ചോദിക്കുക. ഓരോര് നിങ്ങളിപ്പോ ഇത് വെട്ടി തീരാനായിട്ടുണ്ട്. ഇവിടെ കോട്ടയൊക്കെ പൊളിച്ചിട്ടുണ്ട്. ഇത് തീർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തൊക്കെ വിശ്വസിച്ചൊക്കെ നല്ലതല്ലേ. പിന്നെ ഇതാ വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈറ്റാലും ചെറുതാക്കി ഇങ്ങനെ മുറിക്കണം. ഇങ്ങനെ ചെറിയതാക്കി മുറിക്കണം ഗൈസ്. ഗൈസ് നിങ്ങൾ കാണുന്നില്ലേ ഇങ്ങനെ വെട്ടേണ്ടത്? നോക്കി വെട്ടണം. അഥവാ കൈയൊക്കെ മുറിഞ്ഞു പോയാൽ ചീത്ത കേൾക്കുന്നതായിരിക്കും. പിന്നെ കൈക്ക് കെട്ടേണ്ടി വരും. അപ്പൊ ഇത് ഇങ്ങനെ ആക്കിയെടുക്കണം. ഇങ്ങനെ കൈയിട്ട് നല്ലതായിരിക്കും. ഇനി ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാക്കാം. നോക്കിക്കേട്ടാ ഇങ്ങനെ എങ്ങനെ എന്റെ കൈ മുറിയാൻ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അഥവാ മുറിഞ്ഞാൽ ഉപ്പമാർ നല്ല ചീത്ത കേൾക്കും. ഇത് നമ്മള് വെട്ടിക്കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ തീരുമ്പോഴേക്കും പശ തേക്കാണ്. ഞാൻ പെട്ടെന്ന് കഴിയും. എന്നാ കഴിയാനായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ വളരെ വളരെ സൂക്ഷിക്കേണ്ടതാണ്. പക്ഷെ തൊള്ളായി പോയത് കൈ ഇങ്ങനെ ആക്കുമ്പോൾ നിങ്ങൾ തൊള്ളാണ് കൈയിടരുത്. ഇനിയിപ്പോ വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇത് കൂടി ഇങ്ങനത്തെ പോലെ ഇങ്ങനെ ആക്കിയെടുക്കണം. അത് പണിയൊന്നുമില്ല ആക്കിയെടുക്കാൻ. ഇത് ഇതിന്റെ അടിഭാഗം അങ്ങനെ നല്ലോണം പറ്റായിട്ട് വെച്ചായി. അവൻ ഇപ്പൊ തീരാനായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ ഇങ്ങനെ റൗണ്ട് ഷേപ്പ് കിട്ടിയത് ഗൈസ്. ഇത് ഈ സാധനം ഇവിടെ ഇങ്ങനെ ഒട്ടിക്കണം. പിന്നെ ഇതിന്റെ മേൽഭാഗത്ത് പശ തേക്കണം. അതുപോലെ ഇവിടെ അങ്ങനെ വെട്ടണം. അങ്ങനെ പച്ച വെട്ടണം. ഇത് വെട്ടിയ പോണം. ഇങ്ങനെ പച്ച വെക്കുക. ഇപ്പോൾ വെട്ടിയിട്ടുണ്ട്. ഇനി ഒട്ടിച്ചിട്ടുണ്ട്. ഇത് കൂടി ഒട്ടിക്കണം.
വട്ടത്തിൽ. ഇതാ ഇത് ഇവിടെ നല്ലവണ്ണം തേച്ചിട്ട് ഗയ്സ്, ഇനി തേച്ചിട്ട് ഈ സാധനം ഒട്ടിക്കണം. മടങ്ങുള്ള സാധനം മടക്കുള്ള സാധനം അതിങ്ങനെ മുറിച്ച് കളയണം. അത് തീരെ പറ്റൂല. കാണാൻ കളർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ ഞങ്ങൾ കളർ ചെയ്യും. വീഡിയോയിൽ കാണിക്കുകയില്ല കളർ ചെയ്യുന്നത്. അപ്പോൾ ഗയ്സ് ആണോ ഇങ്ങനെ വെട്ടിയിട്ടുണ്ട്. ഗയ്സ്, നിങ്ങൾ സ്ലിപ്പ് അടിക്കാതെ പഠിക്കാതെ വീഡിയോ കാണാലേ നിങ്ങൾക്ക് നല്ലോണം അറിയും. എന്നിട്ട് ഇത് ഇവിടെ നല്ല വെള്ളം പശ തേക്കണം. പശ തേച്ചിട്ടുണ്ട്. ഇതാ ഇത് ഇങ്ങനെ ഇങ്ങോട്ട് ഇറക്കി വെക്കണം. ഗയ്സ്, ഇനി ഇവിടെ കൂടി പശ ഗൈസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഗൈസ് ഇതില്ലേ ഇത് ഇങ്ങനെ ഇവിടേക്ക് ഇറക്കി വെക്കുക. അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കളറൊക്കെ ചെയ്യാവുന്നത്. ഞങ്ങൾ കളർ ചെയ്യുന്നത് വീഡിയോയിലോട്ട് ഇടുന്നില്ല. അപ്പോൾ ഗൈസ് ഇവിടെ ഇങ്ങനെ പശ തേക്കുന്നത് നല്ലതാണ്, ഊരി പോകില്ല. നിങ്ങൾ വേണമെങ്കിൽ സൂര്യനൊക്കെ അങ്ങനത്തെ മാത്രം വിട്ടിട്ട് ഇവിടെ മഞ്ഞ കളറൊക്കെ ചെയ്തിട്ട് നല്ലോണം സൂര്യനൊക്കെ വീഡിയോ അടുത്ത വീഡിയോ സൂര്യനൊക്കെ ഇടുന്നതായിരിക്കും. നിങ്ങൾ കാത്തിരിക്കണം ഇടുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ ഇതാ പശയൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഇറക്കി വെക്കണം. നല്ലോണം ഒട്ടിച്ച് അടിപൊളിയാക്കി എടുക്കണം. ഇങ്ങനെ മുട്ടി നോക്കണം. എന്താ വെച്ചാൽ ഇത്